إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما അല്ലാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അള്ളാഹും അവൻ്റെ റസൂലും കൽപ്പിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തി വിരോധിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച് മുവഹിദുകളായി ലോകത്തോട് വിട പറയാൻ കഴിയുന്ന സത്യവിശ്വാസികളിൽ ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. അതിനുള്ള തൗഫീഖിനായി റബ്ബിനോട് സദാസമയം തേടിക്കൊണ്ടിരിക്കുക. ജീവിതകാലം ഹൈറാകുന്ന കാലം അത്രയും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നന്മകൾ ചെയ്ത് സുഹൃതവാന്മാരുടെ കൂടെ ജീവിച്ച് മരണം ഹൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിൻ്റെ വാഹകരായി റബ്ബിനെ കണ്ടുമുട്ടാൻ കഴിയുന്ന മുത്തഖീങ്ങളിൽ മുവഹിദുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം. ആ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല ഒരു പിതാവായി മാറുക, ആ കുടുംബത്തിന് ഏറ്റവും നല്ല നാഥനായി മാറുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിൻ്റാണ്, ഏറ്റവും വലിയ നന്മകളിലൊന്നാണ്. ആ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഗൗനിക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവരുടെ ഒഴിവ് സമയം, അവരുടെ വെക്കേഷൻ ടൈം. ഒരു പിതാവ് എന്ന് പറഞ്ഞാൽ, ഒരു ഉപ്പ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഇസ്ലാമിൽ വലിയ ബാധ്യതയും ഉത്തരവാദിത്വവും ഉള്ളവനാണ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. നിങ്ങളൊക്കെ ഭരണാധിപരാണ്, നിങ്ങളുടെയൊക്കെ ഭരണത്തെക്കുറിച്ച് നാളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടും. അതിനെന്ത് വേണം? ആ ഭരണത്തിൽ നാം നല്ല ഒരു ഭരണാധികാരിയായി അല്ലെങ്കിൽ നല്ലൊരു ഭരണാധിപനായി നമ്മൾ മാറണം. എല്ലാവരും ഭരണാധിപരാണെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. അതിൽ ഉപ്പയും ഉമ്മയുമെല്ലാം അതിൽപ്പെടും. ആ ഹദീസ് റസൂലുള്ളാഹി അവസാനിപ്പിക്കുന്നത് വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈത്തി സൗജിഹാ. ഒരു ഉമ്മ, ഒരു പെണ്ണ്, ഒരു ഭാര്യ, റാഇയത്തുൻ, അവൾ ഭരണാധിപയാണ്, ഫീ ബൈത്തി സൗജിഹാ, ഭർത്താവിൻ്റെ വീട്ടിലെ ഭരണാധിപ അവളാണ്. വ മസ്ഊലിയത്തുൻ അൻഹാ, അവളുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നാളെ റബ്ബ് ചോദ്യം ചെയ്യപ്പെടുന്നു. നമ്മുടെ മക്കൾ ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയായിട്ട് നമ്മുടെ കൂടെ തന്നെയാണ്. അവർ സ്കൂളിലേക്കും മദ്രസയിലേക്കൊന്നും പോകുന്നില്ല. മദ്രസയിലേക്ക് പോകുന്നുണ്ടാവും, സ്കൂളുകളിൽ അധിക കുട്ടികളും പോകുന്നില്ല. അവർക്ക് വെക്കേഷൻ ടൈമാണ്. ഈ സമയത്ത് നാം എങ്ങനെയാണ് അവരെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്? ഏത് രീതിയിലാണ് നാം അവരെ ചിട്ടപ്പെടുത്തുന്നത്?
അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമത്താനി മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്. അധിക ജനങ്ങളും വഞ്ചിതരായി പോകുന്ന രണ്ട് സമയങ്ങളുണ്ട്, രണ്ട് അനുഗ്രഹങ്ങൾ. നിഅമത്താൻ, രണ്ട് അനുഗ്രഹങ്ങൾ. മഗ്ബൂനും ഫീഹിമാ കസീറും മിനന്നാസ്, അധിക ജനങ്ങളും വഞ്ചിതരായി പോകുന്നത് ഈ രണ്ട് അനുഗ്രഹത്തിലാണ്. ഈ രണ്ട് അനുഗ്രഹ സമയങ്ങളെയും നിങ്ങൾ ഏറ്റവും ഗൗരവത്തിൽ കാണണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബിഹി വസല്ലം. അതെന്താ? അസ്സിഹ, ഒന്ന് ആരോഗ്യമാണ്. എന്തിനും കഴിയുന്ന ഒരു സമയം, എന്തിനും പറ്റുന്ന ഒരു സമയം. കൗമാരം, യുവത്വം, ആരോഗ്യം. വൽ ഫറാഗ്, രണ്ടാമത്തത് ഒഴിവ് സമയമാണ്. ഈ ഒഴിവ് സമയത്തെ നമ്മുടെ മക്കളുടെ വിഷയത്തിലും നമ്മളുടെ കാര്യത്തിലൊക്കെ വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. സമയത്തെ കൊല്ലുന്നവരുണ്ട്. ആ സമയത്തെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം നാളെ റബ്ബിൻ്റെ മുന്നിൽ കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. അത് ചോദ്യം ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, രസിക്കുക, രമിക്കുക, അങ്ങനെ ഉണ്ട് ജീവിക്കുക, അങ്ങനെ ഉണ്ട് മരിച്ചു പോകാന്നല്ല. മറിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു തആല, പ്രത്യേകിച്ച് സൃഷ്ടി സമൂഹത്തെ, അള്ളാന്റെ അടിമകളെ കുറിച്ച് അള്ള പറഞ്ഞത്, നാം അവർക്ക് ജീവിതവും മരണമൊക്കെ വെച്ചത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, അവരേറ്റവും നല്ല രീതിയിൽ എങ്ങനെയാണ് അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് അതിനേറ്റവും നല്ല രീതിയിൽ വ്യാപൃതരാകുന്നത് എന്നതിനെക്കുറിച്ച് റബ്ബിൻ്റെ പരീക്ഷണത്തിനാണ് ഭൂമിയിലേക്ക് അള്ളാഹ് നമ്മെ അയച്ചത്. നമ്മുടെ ജീവിതത്തിന് ലക്ഷ്യമുണ്ടാവണം. ആ ലക്ഷ്യത്തിൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ ഉത്തരവാദിത്തം ആരാധനകൾ മാത്രമല്ല, അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും കർമ്മങ്ങളും മാത്രമല്ല. അതാണ് ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ ഭരണാധിപരാണ്. നിങ്ങളുടെ ഭരണത്തെക്കുറിച്ച് നാളെ റബ്ബ് ചോദ്യം ചെയ്യുമെന്ന് പറയുന്നത് അതാണ്. قال رسول الله صلى الله عليه وآله وأصحابه وسلم لرجل وهو يعظه. അള്ളാഹുവിൻ്റെ റസൂൽ ഉപദേശം നൽകിക്കൊണ്ടിരിക്കെ ഒരു സഹോദരനെ അടുത്തേക്ക് വിളിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ കൊടുക്കുന്ന ഉപദേശം, ഇഅ്തനിം ഖംസൻ ഖബ്ല ഖംസ്. 5 അവസ്ഥകൾ നിനക്ക് വരാനുണ്ട്, അതിൻ്റെ മുമ്പ് 5 അവസ്ഥകളുണ്ട്. ആ 5 അവസ്ഥയെയും നീ ഉപയോഗപ്പെടുത്തണം. ഇഅ്തനിം, നീ ഏറ്റവും നല്ല രീതിയിൽ എന്ത് ചെയ്യണം? 5 അവസ്ഥകളെ ഉപയോഗപ്പെടുത്തണം. ഖബ്ല ഖംസ്, അതിൻ്റെ നേരെ വിപരീതമാകുന്ന ഒരു 5 സാഹചര്യം നിനക്ക് വരാനുണ്ട്. അതിലൊന്ന് റസൂൽ എന്ന് പറയാം, ശബാബക ഖബ്ല ഹറമിക. നിന്റെ യുവത്വവും നിന്റെ ആരോഗ്യവും എന്നും ഉണ്ടാവില്ല. ഈ യുവത്വം, അതിൻ്റെ ശേഷം വരാനിരിക്കുന്ന ഒരു വാർദ്ധക്യമുണ്ട്. ആ വാർദ്ധക്യത്തിൻ്റെ മുമ്പുള്ള യുവത്വത്തെ നീ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ മക്കളെയും ചേർത്ത് പിടിച്ച് റസൂൽ എന്ന് കൊടുത്ത ഈ ഉപദേശം, ആ വ്യക്തിക്ക് റസൂൽ ചേർത്ത് പിടിച്ചു കൊടുത്ത ഉപദേശം, നമ്മുടെ ഉപദേശം നാം ആരിലേക്ക് തുടങ്ങണം? നമ്മുടെ മക്കളിലേക്ക് ആദ്യം. അവിടെയാണ് നമുക്ക് പലപ്പോഴും പാകപ്പിഴവ് സംഭവിക്കുന്നത്. ഞാൻ വലിയൊരു പ്രാസംഗികനാണ്, വലിയ പ്രഭാഷകനാണ്, ഖുതുബ നടത്തുന്നവനാണ്. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ, എൻ്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് ഈ പറയപ്പെടുന്ന ശുഷ്കാന്തി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ മാർക്ക് 0 ആണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി. നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും നന്നായി വർത്തിക്കുന്നവനാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞു, ഞാൻ എൻ്റെ കുടുംബത്തിലാണ് ഏറ്റവും ഹൈറായവൻ. അള്ളാഹുവിൻ്റെ റസൂൽ പ്രിയപ്പെട്ട പിതാവാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പ്രിയങ്കരനായ ഭർത്താവാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്നേഹനിധിയായ വല്യുപ്പയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ബഹുമാനത്തോടുകൂടെ മറ്റുള്ളവരോട് വർത്തിക്കുന്ന അനിയനാണ്. കാരുണ്യത്തോടുകൂടെ പെരുമാറുന്ന പിതാവാണ്, ജ്യേഷ്ഠ സഹോദരനാണ്. ഏറ്റവും പ്രിയങ്കരനായ അനുയായികൾക്കുള്ള നേതാവാണ് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലേറ്റവും ഒന്നാമത് റസൂൽ പറയാണ്, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിഹി.
നിങ്ങളിൽ ഏറ്റവും ഉത്തമർ നിങ്ങളുടെ കുടുംബത്തിൽ ഏറ്റവും നന്നായിട്ട് വർത്തിക്കുന്നവനാണ്. നമ്മൾ ആ വിഷയത്തിൽ ഒന്ന് പഠനം നടത്താൻ തയ്യാറായിട്ടുണ്ടോ? നമ്മുടെ മക്കളോട് നമ്മൾ എങ്ങനെയാണ്, നമ്മളുടെ മക്കളുടെ വിഷയത്തിൽ നാം ഏത് തലത്തിലാണ്? അള്ളാൻ്റെ റസൂല് വളരെ ഗൗരവത്തിൽ കണ്ടൊരു വിഷയം, അത് നമ്മൾ കാണുന്നുണ്ടോ എന്നുള്ളത് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയമാണ്. ആ കുഞ്ഞിനെ റസൂലുള്ള ഈ സഹോദരനോട് പറഞ്ഞതുപോലെ നമ്മുടെ കുഞ്ഞിനോട് നമ്മൾ പറയണം, മോനെ കളിക്കാൻ ഇപ്പോൾ നീ അധ്വാനിച്ചാൽ, ഇപ്പോൾ നീ പഠിച്ചാൽ, ഇപ്പോൾ നീ കർമ്മങ്ങൾ ചെയ്താൽ, ഇപ്പോൾ നീ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ പൊന്നു മോനെ നിനക്ക് ധാരാളം ഒഴിവ് സമയം ഉണ്ടാവും. നേരെ മറിച്ച് ഇപ്പോൾ നീ ഒഴിവ് സമയങ്ങളെ നീ കളിച്ചാൽ വരാൻ പോകുന്ന അവസ്ഥ വളരെ മോശമാണ്. ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെയും ഗുണങ്ങളൊക്കെ ആ കുട്ടികളോട് നല്ല രീതിയിൽ ചേർത്ത് പിടിച്ച് പറഞ്ഞു കൊടുക്കണം. അതിനെന്തു വേണം? മാതൃകായോഗ്യനായ പിതാവാകാൻ നമുക്ക് കഴിയണം. നമുക്കൊക്കെ ചെലവില്ലാത്തൊരു കേസാണെന്ത്? ഉപദേശിക്കുക. നിസ്കരിച്ചടാ, നോമ്പോറ്റോ, ഖുർആനോദിയോ, ഇതിനൊന്നും നമ്മളില്ല. വെറും ഉപദേശികളായി നമ്മൾ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ഉപദേശിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക്? കരളേ എന്ന് വിളിച്ചിട്ടാണ് ആരെ? കല്യാണം കഴിച്ച അല്ലെങ്കിൽ കല്യാണം കഴിക്കപ്പെട്ട മുതിർന്ന ഒരു മോളെ വിളിക്കുകയാണ് എൻ്റെ കരളേന്ന്. നമ്മളെങ്ങാനും നമ്മളൊരു വലിയ മോളെ കരളേന്ന് വിളിച്ചാൽ ആ കുട്ടി നമ്മളെ നേരെ ഇങ്ങനെ തിരിഞ്ഞ് എൻ്റെ ഉപ്പാക്ക് ഭ്രാന്തായോ എന്ന് തോന്നിപ്പോകുന്നൊരവസരത്തിലാണെങ്കിൽ നമ്മളെടുത്താണ് പ്രശ്നം. അള്ളാന്റെ റസൂല് വെറും ഒരു ഉപദേശിയായിരുന്നില്ല, ചേർത്ത് പിടിച്ചുള്ള ഉപദേശിയായിരുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ ഗൗരവത്തോടുകൂടെ ഈ വിഷയത്തെ പറയുന്നുണ്ട്. എങ്ങനെയായിരിക്കണം നീ നിന്റെ മക്കളോടുള്ള ഉപദേശങ്ങൾ? ആ ഉപദേശങ്ങൾ വളരെ കൃത്യമായിട്ട് കൂടെ ചേർത്തുകൊണ്ടായിരിക്കണം. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ല, ഷെയ്ഖ് ഇബ്നു ഉസൈമീന്റെ ഒരു വാക്ക് ഉദ്ധരിക്കുന്നുണ്ട്. സാധാരണക്കാരാറുണ്ട്, അല്ലിമു ഔലാദകും അസ്സിദ്ഖ ബിൽ ഖൗലി വൽ ഫിഅൽ. നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സത്യസന്ധത പഠിപ്പിക്കണം. അതേപോലെ തന്നെ അതെങ്ങനെ? നിങ്ങളുടെ വാക്കിലും നിങ്ങളുടെ പ്രവൃത്തിയിലൂടെയും പഠിപ്പിക്കണം. മോനെ സത്യം പറയണേ എന്ന് മാത്രം പറയലല്ല, സത്യം മാത്രം പറയുന്ന പിതാവായി നിങ്ങൾ മാറണം. സത്യം മാത്രം പ്രവർത്തിക്കുന്ന പിതാവായി നിങ്ങൾ മാറിക്കൊണ്ട് നിങ്ങളുടെ മക്കളെ നിങ്ങൾ സത്യസന്ധത പഠിപ്പിക്കണം. നമ്മുടെ മക്കൾ നമ്മളെ കൃത്യമായിട്ട് നോക്കും. മക്കൾ വിലയിരുത്തും. ആ വിലയിരുത്തുന്നതിൽ എൻ്റെ ഉപ്പാക്ക് പറച്ചിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ മക്കൾ ആ രീതിയിലാകും. എന്നിട്ട് എങ്ങനെയാണ്? അവ്വലു ഇസ്ലാഹിക ലിവലദിക ഇസ്ലാഹിക ലിനഫ്സിക്. നിന്റെ മകനോട് നീ നല്ല കാര്യങ്ങളും അവനോട് നീ നല്ല രീതിയിൽ അവരെ നന്നാക്കാൻ വേണ്ടി നീ ശ്രമിക്കുന്നത് ഇസ്ലാഹുൽ ലിനഫ്സിക, നിന്റെ നഫ്സിനെ നന്നാക്കിക്കൊണ്ടാവണം. നിസ്കരിച്ചടാ എന്ന് ചോദിക്കുന്നതിനപ്പുറം വാ മോനെ നമുക്ക് നമസ്കരിക്കാം എന്ന് പറഞ്ഞ് അവന് ലൈസൻസ് ഉണ്ടെങ്കിൽ കാറിൻ്റെ ബൈക്കിൻ്റെ കീ അവൻ്റെ കയ്യിൽ കൊടുത്ത് അവൻ്റെ പിന്നിലിരിക്കുന്ന അവൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന പിതാവായി നമ്മൾ മാറട്ടെ. ചേർത്ത് പിടിച്ച് അവനെയും കൂടെ പള്ളിയിലേക്ക് വരിക എന്നതല്ലാതെ നിസ്കരിച്ചടാ, ഓതിയവിടാ എന്ന് മാത്രം ചോദിക്കുന്ന, ആക്രോശിക്കുന്ന വെറും ഉപദേശികളായി മാറുന്ന പിതാക്കന്മാരെ ഇന്ന് മക്കൾക്ക് തീരെ വേണ്ട എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കലും നമുക്കത് ഉപയോഗപ്പെടുത്താൻ കഴിയില്ല. ഈ ഒഴിവ് സമയമെങ്കിലും നമ്മൾ ധാരാളം ഓടിയില്ലേ ആ മക്കൾക്ക് വേണ്ടിയിട്ട്? നമ്മൾ അധ്വാനിച്ചത് മുഴുവനും നമ്മുടെ ഒരു വയറിന് വേണ്ടിയല്ലല്ലോ, ആ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. പ്രവാസ ജീവിതം നയിക്കുന്നതും കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും ജോലി ചെയ്യുന്നതും രാവും പകലും കിടന്ന് ഓടുന്നതും ആ മക്കൾക്ക് വേണ്ടിയാണ്. പക്ഷേ ഒരു ഒഴിവ് സമയത്ത് പോലും ആ മക്കളെ ചേർത്ത് പിടിക്കാനോ ആ മക്കളുടെ കൂടെ ഇരിക്കാനോ ആ മക്കൾ പറയുന്നത് കേൾക്കാനോ ആ മക്കളുടെ സന്തോഷത്തിൽ പങ്കെടുക്കാനോ ആ മക്കളെ കൃത്യമായി ഒന്ന് കേൾക്കാനോ അവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനോ നമുക്കില്ല എങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് അവർക്ക് നല്ലൊരു പിതാവായി മാറുന്നത്? ചേർത്തു പിടിച്ചിട്ടല്ലാതെയുള്ള ഉപദേശങ്ങളെ കൊണ്ട് കാര്യമില്ല എന്നർത്ഥം. നീ നിന്നെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് നിന്റെ മകൻ നിന്നെ ഫോളോ ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ നീ തിന്മയായി മനസ്സിലാക്കുന്നത് നീ ഉപേക്ഷിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നീ ഉപേക്ഷിക്കുന്നത് അവൻ ഉപേക്ഷിക്കും, നീ ചെയ്യുന്നത് അവൻ ചെയ്യും. നീ ഉപേക്ഷിക്കാതെ നിന്റെ മകനോട് ഉപേക്ഷിക്കാൻ പറയുന്നതിൽ ഒരർത്ഥവുമില്ല. ഏത് കാര്യവും നമ്മുടെ ഉപയോഗം, ഈ പറയപ്പെടുന്ന സാധനമടക്കം, ഈ കാണിക്കുന്ന സാധനമടക്കം നമ്മുടെ ഉപയോഗം എങ്ങനെയാണോ അതിൻ്റെ ഉപയോഗത്തിലും നമ്മുടെ മക്കൾ അതുപോലെയായിരിക്കും. അതുകൊണ്ട് നീ അവനുള്ളൊരു മാതൃകായോഗ്യനായ പിതാവായി മാറണമെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ളതാണ് ഉത്തരവാദിത്തം. പിതാവ് എന്ന ഒരു ഉത്തരവാദിത്ത ജോലി. ഇതിൽ പിതാവ് മാത്രമല്ല കേട്ടോ, ഒരു നല്ലൊരു അർത്ഥവാക്യമുണ്ട് അറബിയിൽ, അൽ ഉമ്മു മദ്റസത്തുൽ ഊല. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, ഉമ്മയാണ് ഒന്നാമത്തെ പാഠശാല എന്നാണ് അതിൻ്റെ അർത്ഥം. ഉമ്മയുടെ മടിത്തട്ടാണ് ഒന്നാമത്തെ മദ്രസ. 50, 100, 150, 200 കൊടുത്തൊരു കുട്ടിനെ മദ്രസയിലേക്കും തഹ്ഫീദിനോട് പറഞ്ഞയച്ചാൽ നമ്മുടെ ഉത്തരവാദിത്വമൊക്കെ തീർന്നു എന്ന് ഏതെങ്കിലും പിതാക്കന്മാരും മാതാക്കന്മാരും കരുതുന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ ഒരു സ്വപ്നലോകത്താണ്. അതുകൊണ്ട് കാര്യം ഉണ്ടാവില്ല. എത്രയോ പേരുണ്ട്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ പള്ളിയിൽ കുട്ടികൾക്ക് സ്കൂളില്ലല്ലോ ഈ സമയത്ത്. എവിടെ നമ്മുടെ മക്കൾ? നമ്മുടെ മക്കൾ അവർ ജുമയ്ക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാകും. എന്തേ? തൗഹീദിന്റെ ഭവനത്തിലേക്ക് നമ്മുടെ മക്കളെ കൂടെ ഇരുത്തിയിട്ട്, കൂടെ കൊണ്ടുവന്ന് നമ്മുടെ കൂടെ ചേർത്തിരുത്താൻ, സ്വഫിൽ ചേർത്തിരുത്താൻ എന്തേ നമുക്ക് കഴിയാതെ പോകുന്നു? എവിടെ നമ്മുടെ മക്കൾ? എവിടെ നമ്മുടെ പേരക്കുട്ടികൾ? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗൗരവമുള്ള വിഷയമായിട്ട് നമ്മൾ കാണാതെ വരികയാണെങ്കിൽ അതിന് നമ്മൾ തന്നെയായിരിക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വിരൽ കടിക്കുന്നു. എന്നിട്ടോ എൻ്റെ മക്കൾ വിളിച്ചു കൊടുത്ത് കിട്ടുന്നില്ല, എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ദ്വാരക്കണട്ടോ, എൻ്റെ കുട്ടികളുടെ കാര്യത്തിൽ വേജാറിലാണ്, വെപ്രാളത്തിലാണ്. പക്ഷേ നമ്മൾ അവരെ കൂടെ ചേർക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർക്കെവിടുന്ന് സാന്ത്വനം കിട്ടുന്നോ, അവർക്കെവിടുന്ന് സ്നേഹം കിട്ടുന്നോ, അവർക്കെവിടുന്ന് പരിഗണന കിട്ടുന്നോ, അവർക്കെവിടെ നിന്ന് ലാളന കിട്ടുന്നോ അവരിലേക്ക് പോകുന്നു. അത് ആൺ സുഹൃത്താകാം, പെൺ സുഹൃത്താകാം, അത് മതമുള്ളവനാകാം, മതമില്ലാത്തവനാകാം, മുസ്ലിം ആകാം, അമുസ്ലിം ആകാം. ക്യാമ്പസുകളിൽ നിന്ന് നമുക്ക് വീട്ടിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യം ക്യാമ്പസുകളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നു. വീടുകളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടാത്ത പരിഗണന ക്യാമ്പസുകളിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നു. അവര് പറയുന്നത് കേൾക്കാൻ ഉപ്പയും ഉമ്മയും ഇരുന്നു കൊടുക്കുന്നില്ല. അവര് പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാൻ ധാരാളം കൂട്ടുകാർ ഉണ്ടാകുന്നു. പരിഗണനകൾ കിട്ടുന്നിടത്തേക്ക് നമ്മുടെ മക്കൾ പോകുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും ഗൗനിക്കേണ്ടതും നാം നമ്മെ തന്നെയാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മാത്രം പോരാ, നിങ്ങളുടെ കുടുംബത്തിന്റെ മക്കളുടെ ശരീരത്തെയും നരകത്തിൽ നിന്ന് കാക്കണം. പണ്ഡിതന്മാർ ഇമാം അലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ അതിന് കൊടുത്ത ഉപദേശം, അതിന് കൊടുത്ത വിശദീകരണത്തിൽ കാണാം, അദ്ദിബൂഹും വഅല്ലിമൂഹും, നീ അവരെ മാനേഴ്സ് പഠിപ്പിക്കണം, നീ അവരെ മര്യാദ പഠിപ്പിക്കണം. ആരെങ്കിലും അടുക്കലേക്ക് പഠിപ്പിക്കാൻ വേണ്ടി വിട്ടതുകൊണ്ട് കാര്യമായില്ല. അവർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കുറേ കാര്യങ്ങൾ പിതാവിൽ നിന്നും മാതൃകായോഗ്യമായിട്ട് അവർക്ക് കിട്ടേണ്ടതുണ്ട്. അവ്വലു ഇസ്ലാഹിക ലിവലദിക ഇസ്ലാഹുൻ ലിനഫ്സിക്. ഇത് വളരെ ഗൗരവത്തോടുള്ള ഒരു വിഷയമായിട്ട് നാം കാണണം. അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളിലും പണ്ഡിതന്മാർ പറയുന്നു, വഇദാ ഹദ്ദസ്തുമൂഹും ഫലാ തുകദ്ദിബു അലൈഹിം, നീ അവരോട് സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും നീ അവരോട് കളവ് പറയാൻ പാടില്ല. വാപ്പ കളവ് പറയുന്നുണ്ട്, ഉമ്മ കളവ് പറയുന്നുണ്ട്, ഏതെങ്കിലും വിഷയത്തിൽ ഒരു കളവ് പറഞ്ഞിട്ട് അവനെ നന്മയിലേക്ക് നയിക്കുന്ന ചില ആളുകളുണ്ട്, ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ വഇദാ വഅത്തുമൂഹും, നിങ്ങൾ അവരോട് വല്ല വാക്തത്വം ചെയ്താൽ ലാ തഖ്ലിഫൂഹും, നിങ്ങൾ ആ വാക്തത്വം ലംഘിക്കരുത്. ആ കുട്ടിക്കൊരു സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ കൊടുക്കണം, തരുന്നു പറഞ്ഞാൽ കൊടുത്തിരിക്കണം. അത് ഒഴിവാക്കാൻ പാടില്ല. വാക്തത്വം ലംഘിക്കുക എന്നുള്ളത് മുനാഫിഖിന്റെ ലക്ഷണമാണ്, അത് മുഅ്മിനിന്റെ സ്വഭാവമല്ല എന്ന് അവർ പഠിക്കേണ്ടത് മക്കളിൽ നിന്ന്, പിതാവിൽ നിന്നാണ്.
മറ്റുള്ളവരോട് കളവ് പറഞ്ഞിട്ട് അയൽവാസിയായ അത്താനോടോ ഇത്താത്തയോടോ ഇക്കയോടോ ഇക്കാക്കയോടോ അയൽവാസിയോട് അല്ലെങ്കിൽ കുടുംബക്കാരോട് വീട്ടിൽ വരുന്നവരോട് വീട്ടിലുള്ള ഒരു സാധനം ഇല്ല എന്നോ കളവോ പറയുന്ന ഉമ്മയെയും ഉപ്പയെയും ആ മക്കൾ കണ്ട് പഠിക്കുന്നുണ്ടെങ്കിൽ പേടിക്കണം. പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞു തരികയാണ്, അതുകൊണ്ട് തന്നെ വഇദാ വഅത്തുമുഹും വലാ തുഖ്ലിഫു വഅദക്കും, അവരോട് വാഗ്ദത്തം ചെയ്താൽ ലംഘിക്കരുത്. വെറും ഉപദേശികളായി നമ്മൾ മാറുന്നത് കൊണ്ട് നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. നമ്മൾ സാധാരണ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഉണ്ട്. എന്താ പ്രാർത്ഥന? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും ഞങ്ങളുടെ മക്കളിൽ നിന്നും നീ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ നാഥാ. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. ഇബാദുർ റഹ്മാന്റെ ഗുണങ്ങൾ എണ്ണിപ്പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞതാണ് അവൻ അങ്ങനെ പ്രാർത്ഥിക്കും. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള അടിമകളുടെ ഒരു സ്വഭാവമാണ് അവരങ്ങനെ പ്രാർത്ഥിക്കും. പക്ഷെ ആ പ്രാർത്ഥന അള്ളാഹ് അവസാനിപ്പിച്ചത് എങ്ങനെയെന്ന് പറയുന്നത്, വജഅൽനീ ലിൽമുത്തഖീന ഇമാമ, മുത്തഖീങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന ഇമാമായി നീ എന്നെ ആദ്യം മാറ്റണേ റബ്ബേ. മുത്തഖിയായ മാത്രം പോരാ, ആ മുത്തഖീങ്ങളുടെ മുന്നിൽ നടക്കുന്ന ഇമാമായിട്ട് എന്നെ മാറ്റുന്ന ഒരാളൊക്കെ ഏത് പ്രാർത്ഥിക്കാൻ അർഹതയുള്ളൂ? റബ്ബനാ ഹബ്ലന അല്ലെങ്കിൽ റബ്ബി ഹബ്ലി മിൻ അസ്വാജി വദുർരിയാതി എന്ന് പ്രാർത്ഥിക്കാൻ അർഹത ഉള്ളത് എന്നുള്ളതല്ലേ അതിൽ നമുക്ക് കിട്ടുന്ന ഒരാശയം. അവിടെ വളരെ ഗൗരവത്തോടുകൂടെ നാം ഈ വിഷയത്തെ കാണേണ്ടതുണ്ട്. അവർക്കൊന്ന് പ്ലാൻ ചെയ്തു കൊടുക്കുക. അവരുടെ ഒഴിവ് സമയം, അവർക്ക് എന്താണോ വേണ്ടത്, അനുവദിക്കപ്പെട്ടതൊക്കെ അവർക്ക് കൊടുക്കണം. ഈ വെക്കേഷൻ സമയത്ത് അവർ പ്രത്യേകമായിട്ടൊരു ടൂർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ, ആ ടൂറിന് അവരെ പറഞ്ഞേക്കുകയല്ല, അത് ഫാമിലി ആയിട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ട്. അവർക്ക് അർഹതപ്പെട്ടതൊക്കെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് അനുവദിക്കപ്പെട്ട മാർഗത്തിൽ കിട്ടണം. ഒരു പൂർവസൂരിയായ ഒരു പണ്ഡിതൻ്റെ ഒരു വാക്കുണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു കാര്യം ഒരാൾ വെറുതെ ഇരിക്കുക എന്നുള്ളത്. ഒന്നുകിൽ ഭൗതികപരമായ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടിയോ അവൻ പണിയെടുക്കണം. പറമ്പിൽ എന്തെങ്കിലും കൊത്തിക്കളച്ചിട്ട് എന്ത് ചെയ്യണം, വല്ല കൃഷി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ കൃഷി ഉണ്ടാക്കണം. ആ മക്കൾ അതിലേക്ക് പ്രേരിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മളത് ചെയ്യണം. അതേപോലെ തന്നെ അല്ലെങ്കിൽ ആഖിറത്തിന് വേണ്ടി പണിയെടുക്കുന്നവരായി മാറണം. പലരും സങ്കടം പറയാറുണ്ട്. ചില പിതാക്കന്മാർ, ആ പിതാക്കന്മാര് കേവലം അങ്ങാടിയിൽ പോയി ടൈം കളയുന്ന പിതാക്കന്മാരല്ല. രാത്രി 10-11 മണിക്കാണ് അവർ വീട്ടിലേക്ക് എത്തുന്നത്. എന്താണ്? അങ്ങാടിയിൽ ഇരുന്ന് സമയം കളഞ്ഞിട്ടല്ല. അവർ ദീനീ പ്രവർത്തനത്തിലും സംഘടനാ പ്രവർത്തനത്തിലും ദഅവാരംഗത്തും പള്ളിയുടെയും മദ്രസയുടെയും പ്രവർത്തനങ്ങളിലൊക്കെയാണ്. പക്ഷേ മക്കളെ ആ മേഖലയിലേ കാണുന്നില്ല, കിട്ടുന്നില്ല. എന്തേ കാരണം? ചേർത്ത് പിടിക്കുന്നില്ല, അവരെ വിശ്വാസത്തിലെടുക്കുന്നില്ല, അവരെ മുന്നിൽ നിർത്തുന്നില്ല. അവരെ ഒന്ന് കൂടെ ചേർത്തിട്ട് മുന്നിൽ നടത്തിയിട്ട് അവർക്ക് വേണ്ടുന്നതൊക്കെ കൊടുത്താൽ, അവർക്ക് വേണ്ടുന്ന അർഹമായതൊക്കെ കൊടുക്കണം. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർളു ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു, അല്ലദീന യുൻഫിഖൂന ഫിസ് സറാഇ വൽ ളറാ, അവർ സന്തോഷത്തിലും സന്താപത്തിലൊക്കെ ചെലവഴിക്കും. ഈ ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിക്കും മദ്രസക്കും ദീനീ കാര്യങ്ങൾക്കും മാത്രം ചെലവഴിക്കല്ല. അങ്ങനെയുണ്ട് കുറച്ച് ആൾക്കാർ. മക്കൾക്ക് നല്ല ഡ്രസ്സും അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങളിൽ ഒന്നും ഉണ്ടാവില്ല, എന്നാൽ പള്ളിക്ക് പോലെ 5000 കൊടുക്കും. ഞാനൊരു പള്ളിയിൽ നിന്നുകൊണ്ടും പള്ളിയുടെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പറയുന്ന ഒരാൾ തന്നെയാണ് പറയണത്. ഉള്ളത് കാര്യം തന്നെ പറയണമല്ലോ. നമ്മുടെ മക്കളെ പ്രധാനമായിട്ടും നമ്മൾ കാണണം. അവർക്ക് അർഹതപ്പെട്ടത് മക്കൾക്ക് കൊടുക്കണം. യുൻഫിഖൂൻ, അവരുടെ മേൽ ചിലവഴിക്കണം. നിങ്ങൾ ആ ചിലവഴിക്കുന്നതിൽ നമ്മൾ പിഷ്കത്തരം കാണിക്കാൻ പാടില്ല. എന്നിട്ട് ചിലവഴിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്? പിടിച്ചു വെക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മുടെ അനന്തരാവകാശം മുതലായിട്ട് കിട്ടുന്നത് നമ്മുടെ മുതൽ അവർക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവർക്ക് കൊടുക്കുന്നില്ല കൊടുക്കേണ്ട സമയത്ത്. അപ്പോഴേക്കും അവരെന്ത് ചെയ്യുന്നു? എവിടുന്നാണോ കിട്ടേണ്ട സമയത്ത് കിട്ടാതെ വന്നപ്പോൾ കിട്ടുന്നിടത്തേക്ക് അവർ പോയിട്ടുണ്ട്. പിന്നെ ആ വഴിയിലൂടെ അവരെന്ത് ചെയ്തിട്ടുണ്ട്? വഴി തെറ്റിപ്പോയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ആരാണ് കാരണം? അർഹമായതും അനുവദനീയമായതും കൊടുക്കേണ്ട സമയത്ത് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതിൽ നമ്മൾ പിശുക്കത്തരം കാണിക്കാൻ പാടില്ല.
അതും ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഈ വെക്കേഷൻ സമയത്ത് ഏറ്റവും നല്ല രീതിയിൽ കുറച്ച് സമയം അവർക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യണം. കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഉണ്ടാക്കിയാൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള അധ്വാനം മതി നമുക്ക്. കാരണം നമ്മൾ ഈ അധ്വാനിക്കുന്നതും അവർക്ക് വേണ്ടിയാണ്. കുറച്ച് സമയം പോലും അവർക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമ്മൾ കാണുന്നില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ പേടിക്കേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് നല്ല ബോധ്യം നമുക്കുണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. അതിനു വേണ്ടി അവരുടെ കൂടെ ഇരിക്കാൻ സമയം നമ്മൾ കണ്ടെത്തുക. അവരോട് സംസാരിക്കാനും അതേപോലെ തന്നെ അവരോടൊന്ന് പുറത്തേക്ക് പോകാനും മറ്റുള്ളതിനൊക്കെ നാം ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. നമ്മുടെ കുട്ടികളോട് കളിക്കുന്ന ഒരു പ്രവാചകനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? പേരക്കുട്ടികളോട് കളിക്കുന്ന, കുട്ടികളോട് കൊഞ്ചിക്കുഴയുന്ന ഒരു നേതാവിനെ. അതായിരുന്നു നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് നമുക്ക് അഭിമാനമായി മാറണം. ഇമാം അഹ്മദും ഇമാം അനസൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന റളിയല്ലാഹു അൻഹും റഹിമഹുമുല്ലാ അവരിൽ നിന്നൊക്കെയുള്ള റിപ്പോർട്ടുകളിൽ കാണാം നമുക്ക് ഉമ്മു സലൈമിനെ സന്ദർശിക്കുക റസൂൽ ചെയ്യാറുണ്ട്. ഒരു ദിവസം അവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തമാശകൾ കേട്ട് ആ കുട്ടി ഇങ്ങനെ ചിരിക്കുന്നത് ഞങ്ങൾ കണ്ടു. ചെറിയ കുട്ടികളോട് തമാശ പറയുന്ന ഒരു വല്ലിപ്പയും ഒരു പിതാമഹനും ഒരു നേതാവും. ചില ആൾക്കാരൊക്കെ ഒന്ന് ചിരിക്കാൻ എന്തൊരു മടിയാണെന്നറിയും. അള്ളാഹ് റസൂൽ പറയാം, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈ, നീ ഒരു നന്മയെയും ചെറുതായി കാണല്ല. വലു അൻ തൽഖ അഖാക ബിവജ്ഹിൻ തലിഖ്, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നീ നടത്തുന്ന ഒരു പുഞ്ചിരി പോലും അത് ധർമ്മമാണ്, പുണ്യമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അവർ മൊബൈലിലാണ്. എന്തുകൊണ്ടാണ് മൊബൈലിലേക്ക് പോകുന്നത്? അവർ ഗെയിമിലാണ്. എന്തുകൊണ്ടാണ് പോകുന്നത്? അവർ ബിസിയല്ല. അവർക്ക് ഒഴിവ് സമയം നമ്മൾ കൊടുക്കുകയാണ്. ആ നേരത്ത് മക്കളും എല്ലാവരും കൂടിയിട്ടൊരു കളി, അനുവദിക്കപ്പെട്ട കളികളാവട്ടെ, അതിനുശേഷം ഒന്നിച്ച് വീട്ടിലിരുന്ന ഒരു ഖുർആൻ ക്ലാസ് ആവട്ടെ, പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യലാവട്ടെ, അനുവദിക്കപ്പെട്ട രീതിയിലുള്ള പാട്ടുമത്സരങ്ങളായിക്കോട്ടെ, അതിനൊന്നും ഇസ്ലാമിൽ തെറ്റില്ല എന്നതിനെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ നമുക്കുണ്ടാവണം. ഒഴിവ് സമയത്തെ കൊല്ലുന്ന മക്കളുണ്ടോ? പേടിക്കണം. ലഹരിയുടെ റാക്കറ്റുകളിൽ പെട്ടുപോകുന്ന യുവതയെക്കുറിച്ചും ചെറുപ്പക്കാരെക്കുറിച്ചും 45 വർഷം അല്ലെങ്കിൽ അതിനോളം അടുത്തു വരുന്ന കാലഘട്ടം മുഴുവനും കുടുംബത്തിന് വേണ്ടി ജീവിച്ച അഫ്ഫാനിന്റെ ഉപ്പ പൊട്ടി നെഞ്ചു പൊട്ടി കരയുന്നത് നമ്മൾ കണ്ടു. കുടുംബത്തിലെ 4 എണ്ണത്തിനെ കൊന്നത് ഒരു ചെറുപ്പക്കാരനാണ്. മക്കൾക്ക് പറയുന്നതൊക്കെ തോന്നിയതുപോലെ ചെയ്തു കൊടുക്കുന്ന ഉമ്മമാരെ, വലിയൊരു പഠനം നടത്തി ഞങ്ങൾ. ഒരു 100-110ഓളം കുടുംബങ്ങൾ, അങ്ങേയറ്റം താഴെ തട്ടിലുള്ള പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, സക്കാത്ത് കൊടുക്കപ്പെടുന്ന ആളുകളിൽ നിന്ന് സക്കാത്തും സദഖയൊക്കെ വാങ്ങുന്ന ആളുകളെ കുറിച്ചുള്ള ഒരു പഠനം നടത്തിയപ്പോൾ ധാരാളം വിധവകൾ, വല്യുമ്മമാര്, അവർ കൊണ്ടുപോകുന്ന പണം മുഴുവനും ചെലവാകുന്നത് ഒന്നിനാത്രം പോകുന്ന ചെറുപ്പക്കാർക്കാണ്. ആൺകുട്ടികളുടെ വീട്ടിൽ ജോലിക്ക് പോവാതെ ആൺകുട്ടികൾക്ക് തിന്നാൻ കൊടുക്കുന്നത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും വാങ്ങുന്ന ഈ പാവപ്പെട്ട ഉമ്മമാരി എരന്നും അതേപോലെ തന്നെ സദഖ വാങ്ങിയും അതേപോലെ തന്നെ യാചിച്ചും മറ്റുള്ളവരുടെ വീടുകളിൽ പോയി ജോലി ചെയ്തും ഉണ്ടാക്കി കൊണ്ടുവരുന്ന പണം തിന്നുന്നത് ഈ 18ഉം 20ഉം വയസ്സായ ചെറുപ്പക്കാർ ചെക്കന്മാർ ജോലിക്ക് പോവാതെ. ഒരു കാസർഗോഡ് ടൗണിലുള്ള ഒരു മഹല്ല് പള്ളിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാക്ക് നിങ്ങൾ ഗൗരവത്തിൽ കാണാം. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയതിഹി. സാമൂഹ്യ രംഗത്തും ജീവകാരുണ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും പ്രവർത്തിക്കുന്നവരാണ് നമ്മളൊക്കെ, ആയിക്കൊണ്ടിരിക്കണം. അവിടെയൊക്കെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മളൊന്ന് പഠനം നടത്തണ്ടേ? ധൈര്യം കൊടുക്കാൻ കഴിയണം. ആ ഉമ്മമാരോട് പറയാൻ കഴിയണം, നിങ്ങൾ ആ കുട്ടികളെ സ്നേഹിച്ച് കൊല്ലുകയാണ്, നശിപ്പിക്കുകയാണ്. അവരുടെ ഭാവി നിങ്ങൾ നശിപ്പിക്കുകയാണ്. പണ്ഡിതന്മാരുടെ ഇതേ വിഷയത്തിലുള്ള ഉദ്ധരണികൾ ഓരോന്നുണ്ട്. നമ്മുടെ സമയം കുറവായതുകൊണ്ട് ഞാൻ ഓരോന്നും വായിക്കുന്നില്ല. അവരെ നശിപ്പിക്കുകയാണ്, അവരെ ദുനിയാവും ആഖിറവും നശിപ്പിക്കുകയാണ്. ഇപ്പോഴും പടക്കവും പൂത്തിരിയും കത്തിത്തീരാത്ത പൊട്ടിത്തീരാത്ത വീടുകളുടെ എണ്ണങ്ങൾ എടുത്തു നോക്കിയാൽ അത് അങ്ങേയറ്റം പാവപ്പെട്ട വീടുകളിൽ ഇപ്പോഴും പടക്കം പൊട്ടി തീർന്നിട്ടില്ല. പെരുന്നാളിൻ്റെ പടക്കം. എന്താ കാരണം?
അവർക്ക് കൃത്യമായിട്ട് അവരെ മിസ്യൂസ് ചെയ്യുന്നു, ദുരുപയോഗം ചെയ്യുന്നു. അവിടെ നാഥനില്ലാതെയായി മാറുന്നു. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, വിധവകളുടെ അരികിലേക്ക് ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് പരിഹാരം കണ്ട് അവരെ ശാക്തീകരിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. യതീമുകൾ അനാഥര അനവകാഫിലുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ എന്ന് പറഞ്ഞു. പറ്റുമെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിസരത്തുള്ള യതീമുകളെ, അനാഥകളെ കുറിച്ചും വിധവകളെ കുറിച്ചും നമ്മളൊന്ന് പഠനം നടത്താൻ ഈ സമയത്ത് നിങ്ങളൊന്ന് തയ്യാറാവണം. നമ്മുടെ മക്കളെ കുറിച്ച് മാത്രമല്ല, അവിടെയൊക്കെ നടക്കുന്നത് അനാഥത്വം അവർ വല്ലാണ്ട് അനുഭവിക്കുന്നുണ്ട്. ലീഡ് ചെയ്യാൻ ആരുമില്ലാതെ നശിച്ചു പോകുന്ന മക്കളുണ്ടാകുന്നു, തലമുറയുണ്ടാകുന്നു. എന്നിട്ട് നമ്മുടെ വലിയ പുറത്ത് നമ്മൾ സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും നമ്മൾ ഉന്നതിയിലാണ്, രാഷ്ട്രീയ രംഗത്തും. നമുക്ക് നാളെ റബ്ബിൻ്റെ മുന്നിൽ കൈകെട്ടി മറുപടി പറയേണ്ടി വരില്ലേ? അവിടെയൊക്കെ വരും തലമുറയെ ഏത് രീതിയിൽ നന്നാക്കിയെടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യവും പഠനവും നമുക്കുണ്ടാവണം. നാം 5 നേരം പള്ളിയിൽ വന്ന് ജുമഅക്കൊന്ന് വന്നുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്തം തീരുന്നു എന്ന് നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത്. ജനങ്ങൾക്കിടയിലേക്ക് അവരുടെ വിഷയങ്ങളിൽ ഒന്ന് ഇടപെടാൻ വേണ്ടി നമ്മളൊന്ന് പഠനത്തിന് തയ്യാറാവണം. അത് നമ്മുടെ കുടുംബത്തിൽ നിന്നും തുടങ്ങണം. ഒരു അധ്യാപകൻ്റെ ഒരു അനുഭവം അദ്ദേഹം പറഞ്ഞത്, കുട്ടികളെ പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ നന്നായിട്ട് പഠിച്ചിരുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് മാർക്ക് പൂർണ്ണമായിട്ടും കുറഞ്ഞു. അപ്പോൾ അവൻ മഗ്‌രിബ് മുതൽ അവൻ്റെ റൂമിൽ വാതിലടച്ചിരിക്കാറുണ്ട്. പിന്നെ അവൻ എന്ത് ചെയ്യുമോ, 10 മണിക്ക് ചോറുന്നാനാ വരാറ്. എന്താണ് ഈ കുട്ടി മഗ്‌രിബ് മുതൽ 10 മണി വരെ വീട്ടിൻ്റെ ഉള്ളിൽ? ഉമ്മ അറിയുന്നില്ല, ഉമ്മ നോക്കുന്നില്ല. ഓവർ കോൺഫിഡൻസിലാണ് മക്കളെ കുറിച്ച് ഉമ്മയും ഉപ്പയും. നമ്മുടെ ധാരണകളെ തിരുത്തേണ്ടതുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് നല്ല ബോധ്യവും അവരെ നാം കൃത്യമായി ഒബ്സർവ് ചെയ്യുകയും നമ്മൾ ഒരു മോണിറ്റർ ചെയ്യുന്ന ഒരവസ്ഥയിൽ അവരെ ഉണ്ടാവുകയും ഉപദേശികൾ മാത്രമായി നമ്മൾ മാറാതെ അവരുടെ കൂടെ നമ്മൾ സമയം കണ്ടെത്തുകയും ചെയ്യലല്ലാതെ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല എന്നതിനെക്കുറിച്ച് ബോധ്യമുണ്ടാവണം. അവരോട് ഉപദേശിക്കുന്നതോടൊപ്പം അവരെ കൂടെ നടക്കുന്ന ഉപ്പയും ഉമ്മയുമായി നമ്മൾ മാറണം. അതിൽ ഒന്നാമത്തത് മുറു ഔലാദക്കും ബിസ്വല, നമസ്കാരത്തിന് അവരോട് കൽപ്പിക്കുന്നതോടൊപ്പം കൂടെ ചേർത്തി നമസ്കരിക്കാൻ. ഉമ്മമാരെ, എത്രയോ പെൺകുട്ടികൾ നിങ്ങൾക്കുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾ ജമാഅത്തായി അവരെ കൂടെ നമസ്കരിക്കുന്നില്ല? ഉമ്മ ഒരു ഭാഗത്ത്, അതേപോലെ തന്നെ മക്കൾ വേറൊരു ഭാഗത്തും. ഭക്ഷണം കഴിക്കുന്നിടത്ത് പോലും ഒത്തൊരുമിച്ച് ഭക്ഷണം കഴിക്കാൻ നമ്മൾ തയ്യാറാകുന്നില്ല. കുടുംബത്തിൽ 5 ആളുകളുണ്ടെങ്കിൽ 5 ഭാഗത്ത് 5 ചോറിന്റെ പാത്രം എടുത്തിട്ട് 5 മൊബൈലുമായിട്ട് അവരിയ്ക്കുന്നുണ്ടെങ്കിൽ 5 ആൾക്കാരും 5 സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ എവിടേക്കാണ് നമ്മൾ മാറാതെ പോകുന്നത്? വജഅൽനി ലിൽ മുത്തഖീന ഇമാമ എന്ന് റബ്ബിനോട് തേടുന്നവരാണ് നമ്മൾ. ആയതുകൊണ്ട് വലിയ ഒരു മസൂലിയത്തായിട്ട് അല്ലാഹ് തന്ന നമ്മുടെ മക്കൾ, അൽ ഔലാദു മസൂലിയത്തുൻ അലാ ഉനുഖിൽ വാലിദൈൻ, പണ്ഡിതന്മാരുടെ വാക്കാണ്. മാതാപിതാക്കളുടെ പിരടിയിലെ മസൂലിയത്താണ് മക്കള്. മറ്റുള്ള നമ്മുടെ വാരിക്കൂട്ടലുകളും അധ്വാനങ്ങളും ഒന്നുമല്ല കേട്ടോ. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കണം. അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നൽകിയ ആരോഗ്യവും ഒഴിവു സമയവും മക്കളും കുടുംബവും അതൊക്കെ ദീനിന്റെ ഭാഗമാണെന്ന ബോധ്യം നമുക്കുണ്ടാവണം. അഊദു ബില്ലാഹി സ്സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. വമിൻ ആയാതിഹി, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്, അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ, നിങ്ങളിൽ നിന്നുള്ള ഇണകളെ നിങ്ങൾക്ക് റബ്ബ് തആല വെച്ച് തന്നത്, നിങ്ങൾക്ക് കുടുംബങ്ങളെ റബ്ബ് തആല നൽകിയത്, ലിതസ്കുനു ഇലൈഹാ, സമാധാനത്തോടുകൂടെ സംഗമിക്കാനാണ്. നമ്മുടെ വീടുകൾ സമാധാനത്തിന്റെ കേന്ദ്രമാകണം.
എന്ത് പ്രശ്നത്തിൽ നമ്മളെ മക്കൾ ചെന്നുപെട്ടാലും എൻ്റെ ഉപ്പയോടൊന്ന് ഷെയർ ചെയ്താൽ അതിനെനിക്ക് പരിഹാരമുണ്ടെന്ന് നമ്മുടെ മക്കൾക്ക് തോന്നണം. നമ്മുടെ ഭാര്യ ഏതെങ്കിലും പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇക്കയോട് ഞാനതൊന്ന് പറഞ്ഞാൽ എൻ്റെ ഇക്കയുടെ അടുക്കൽ പരിഹാരമുണ്ടെന്ന് എൻ്റെ ഭാര്യയ്ക്ക് തോന്നണം. ഞാൻ എന്നെക്കുറിച്ച് മറ്റുള്ളവരൊക്കെ പറയുകയാണ്, ആൾ നല്ല സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുന്നവനാണ്, സാംസ്കാരിക രംഗത്തൊക്കെ ഉഷാറാണ്, സുഹരി നല്ല സംസാരമാണ്, നല്ല പ്രവർത്തനാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ഭാര്യ അപ്പുറത്ത് നിന്ന് ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മാർക്ക് 0. ഞാൻ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും സാംസ്കാരിക രംഗത്തും മികച്ചു നിന്നതുകൊണ്ടൊരു കാര്യവുമില്ല. ലിതസ്കുനു ഇലൈഹ, കുടുംബമായിരിക്കണം, സമാധാനത്തോടുകൂടെ സംഗമിക്കുന്ന മേഖല. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, അല്ലാഹു തആല അവർക്കിടയിലേക്ക് ഇട്ടുകൊടുക്കും സ്നേഹം, പ്രണയം. വറഹ്മ, പിന്നത് കാരുണ്യമായിട്ട് മാറണം. ഏറ്റവും വലിയ കാരുണ്യത്തിന്റെ കേന്ദ്രമായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. അല്ല പറയാണ്, അതിനു വേണ്ടിയാണ് വിവാഹവും വൈവാഹിക ബന്ധവും കുടുംബവും. കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബം. വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. ഇതിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ല ഗൗരവത്തോട് വെച്ച ഗൗരവത്തോടുകൂടെ കണ്ടുവെച്ച കുടുംബത്തെ ആ ഗൗരവത്തിൽ കാണാൻ അല്ലാഹു തആല നമുക്കും തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.